റഷ്യയിലെ നിവാ നദിയുടെ തീരത്ത് ഒരു ശാന്തമായ നിമിഷം. എല്ലാം സമാധാനമായി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു. റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം അതിവേഗത്തിൽ പ്രവർത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റിന് ശേഷം അയാളുടെ പക്കൽ നിന്നും ഇവർക്കൊരു വലിയ രേഖ തന്നെ കിട്ടുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അങ്ങേയറ്റം അവർ ഞെട്ടിപ്പോയി. കാരണം 500 പേജുകൾ അടങ്ങിയ ആ ഡോക്യുമെന്റിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അത്യന്തം രഹസ്യമായ വിവരങ്ങളായിരുന്നു. പ്രധാനമായും പറയേണ്ടത് റഷ്യയുടെ S-400 മിസൈൽ സംവിധാനത്തെക്കുറിച്ചും Mi-8 ഹെലികോപ്റ്റർ സീരീസിനെ കുറിച്ചുള്ളതുമായ നിരവധി നിർണായക ഡാറ്റാസ് അതിലുണ്ടായിരുന്നു. എങ്ങനെ ഈ വിവരങ്ങൾ പുറത്തേക്ക് ചോർന്നു എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ഇതിന് പിന്നിൽ ആരാണ്? ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഇതെങ്ങനെ പുറത്തു വന്നു? ഇങ്ങനെ ആ വ്യക്തിയെ ചോദ്യം ചെയ്തപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് പുറത്തു വന്നത്. പാകിസ്ഥാനാണ് ഈ സംഭവത്തിന് പുറകിലുണ്ടെന്ന് ആ വിവരം. അതെ, നിങ്ങൾ ശരിയായി തന്നെയാണ് കേട്ടത്. റഷ്യയുടെ ഭൂപ്രദേശത്തിനുള്ളിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി പ്രവർത്തിച്ചോ? ഈ ഓപ്പറേഷൻസിലൂടെ അവർ S-400 സിസ്റ്റത്തിന്റെ ഓപ്പറേഷണൽ വിവരങ്ങളും Mi-8 ഹെലികോപ്റ്റേഴ്സിന്റെ നിർണായക ഡാറ്റയും കൈവശപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. റഷ്യയിലെ FSB ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് പ്രകാരം ഇത് പാകിസ്ഥാന്റെ റഷ്യയിലെ ആദ്യത്തെ ചാരപ്രവർത്തനമാണ്. അങ്ങനെ ഒരു കേസായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തെല്ലാം സംഭവിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യൻ FSBയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണത്. ചില ഇന്റേണൽ പ്രശ്നങ്ങൾ അവർക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമേരിക്കയിലെ CIA അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മൊസാദിന് സമമായ ശേഷിയുണ്ടെന്ന് പറയാം. FSBയുടെ അന്വേഷണ പ്രകാരം പാകിസ്ഥാൻ അവരുടെ ചാരന്മാർ വഴി റഷ്യയിലെ നിർണായക വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഇന്ത്യയും റഷ്യയും ചേർന്ന് പ്രവർത്തിക്കുന്ന മിസൈൽ നെറ്റ്വർക്കുകളെയും കൂടാതെ റഷ്യയുടെ പ്രധാന ഹെലികോപ്റ്ററായ Mi-8 സീരീസിനെ കുറിച്ചുള്ള ഡാറ്റയും എടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഈ Mi-8 ഹെലികോപ്റ്റർ ഏകദേശം 170 യൂണിറ്റുകൾ വരെയും ഉപയോഗിച്ചു വന്നിരുന്നു. 2017 അവ റിട്ടയർ ചെയ്തു. പക്ഷേ റഷ്യൻ സേനയിൽ ഏകദേശം 300 ഹെലികോപ്റ്ററുകൾ പ്രവർത്തനത്തിലുള്ളവയാണെന്ന് റിപ്പോർട്ടുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചില റിട്ടയർ ചെയ്ത ഹെലികോപ്റ്ററുകളെ പോലും വീണ്ടും സേവനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ റഷ്യയിലെ ഈ ഒരു സംഭവം പാകിസ്ഥാന്റെ ചാരപ്രവർത്തന ചരിത്രത്തിലെ തന്നെ ഒരു വലിയ അടയാളമായി മാറിയിരിക്കുകയാണ്. ഇപ്പോ ഈ സംഭവത്തിന്റെ ട്രേസുകൾ കണ്ടെത്താനുള്ള അന്വേഷണം റഷ്യൻ FSB ആരംഭിച്ചിരിക്കുന്നു. അവർ തെളിവുകൾ അന്വേഷിക്കുമ്പോഴാണ് റോസ്റ്റക് എന്ന പ്രധാനപ്പെട്ട പ്രതിരോധ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റം എഞ്ചിനീയറിലേക്ക് സംശയം വീഴുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നീട് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ ISIയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് വ്യക്തമായി. ഈ ഒരു ബന്ധം ചെറുതല്ല. റഷ്യയിൽ നിന്നും UAE, അവിടെ നിന്ന് കുവൈത്ത്, പിന്നീട് പാകിസ്ഥാൻ വരെ എത്തുന്ന ഒരു വലിയ നെറ്റ്വർക്കാണെന്ന് അവർ കണ്ടെത്തി. അവരുടെ പദ്ധതി അനുസരിച്ച് ഈ അറസ്റ്റിന് മുന്നോടിയായി, അതായത് 7-ാം തീയതിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അതിനു മുൻപ് ഈ എഞ്ചിനീയർ ഈ രഹസ്യ രേഖകൾ കൊറിയർ കവർ മുഖാന്തരം ഈ ഒരു അജ്ഞാത വ്യക്തിക്ക് കൈമാറേണ്ടതായിരുന്നു. അയാളെ നേരിട്ട് തിരിച്ചറിയാൻ കഴിയില്ല, പക്ഷേ ചില കോഡ് നെയിമുകൾ മുഖേന ഇവരിൽ ഒരു ബന്ധം നിലനിന്നിരുന്നു. റോസ്റ്റക് എന്ന ഈ ഒരു സ്ഥാപനം റഷ്യയുടെ S-400 മിസൈൽ സംവിധാനത്തിന്റെ നിർമ്മാണത്തിലും പ്രൊപ്പൽഷൻ സംവിധാനം വികസനത്തിലും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു കമ്പനിയാണ്. ഓരോ മിസൈലിനും അവയുടെ ദൂരപരിധി അനുസരിച്ച് വ്യത്യസ്ത പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുണ്ട്. അതിനാൽ ഈ ഒരു ഡാറ്റയും അത്യന്തം രഹസ്യമാണ്. അതേസമയം ഒരു ആശ്വാസ വാർത്തയുള്ളത്, എഞ്ചിനീയർ മോഷ്ടിച്ച ഡാറ്റയിൽ S-400 സംബന്ധിച്ച വിവരങ്ങൾ വളരെ കുറവായിരുന്നു. 500 പേജുകളിൽ ഏകദേശം 10 പേജുകൾ മാത്രമാണ്. ഈ 500 പേജുകളിൽ വെറും 10 പേജുകൾ മാത്രമാണെന്നാണ് ക്രെംലിനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റുള്ളവയൊക്കെ Mi-8 ഹെലികോപ്റ്ററെ കുറിച്ചുള്ള ഡാറ്റ മാത്രമാണ്. ഈ അറസ്റ്റിന് ശേഷം തീർച്ചയായും എഞ്ചിനീയർക്ക് ഗുരുതരമായ ശിക്ഷ ലഭിക്കാൻ തന്നെ സാധ്യതയുണ്ട്. കുറഞ്ഞത് 20 വർഷത്തെ കഠിന തടവ്. സത്യത്തിൽ റഷ്യ ഈ രാജ്യദ്രോഹം ചെയ്തവരെ ഒരിക്കലും പൊറുക്കാറില്ല, പ്രത്യേകിച്ച് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇതുമൂലം കൂടുതൽ വഷളായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഈ റഷ്യൻ ഉപകരണങ്ങൾ വാങ്ങുന്നത് നിർത്തിയതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളോട് കൂടുതൽ അടുപ്പവും പുലർത്തുന്നുണ്ട്. ഇതോടെ റഷ്യ അവരെ കൂടുതൽ സംശയത്തോടു കൂടി കാണുകയാണ്. റഷ്യയെക്കുറിച്ച് ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത്, ഈ രാജ്യം അവിടെയുള്ള സംസ്കാരത്തിനും കുടുംബ മൂല്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതിനുമുപരി ദേശ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്നുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയാണ് ആദ്യം, അതിനുശേഷമാണ് മറ്റെല്ലാം. ഇതാണ് അവിടെ നിലനിൽക്കുന്ന ഒരു പ്രാഥമിക ചിന്ത. അതിനാൽ തന്നെ രാജ്യത്തിനുള്ളിൽ നിന്നുള്ള ചാരപ്രവർത്തനങ്ങൾ അവർക്ക് അത്യന്തം ഗുരുതരമായ കുറ്റമാണ്.
അതുകൊണ്ട് തന്നെ ഈ കേസിൽ ലഭിക്കുന്ന ശിക്ഷയും ഇനിയും കടുപ്പമുള്ളതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, പാകിസ്ഥാൻ ഇത് യഥാർത്ഥത്തിൽ ചെയ്തതാണോ? FSB പറയുന്നത് ISIക്ക് ഈ ഒരു സംഭവവുമായി ബന്ധമുണ്ട് എന്നാണ്. അതിന്റെ സൂചനയും നൽകിയിട്ടുണ്ട്. എന്നാൽ നേരിട്ട് ആരോപണം ഉന്നയിച്ചിട്ടില്ല. ക്രെംലിന്റെ വാദപ്രകാരം ഈ ISI UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഡാറ്റ ഇങ്ങനെ സ്മഗിൾ ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ്. നേരിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്ന പാത പിന്തുടർന്നാൽ അത് എളുപ്പത്തിൽ കണ്ടെത്തപ്പെടുമെന്നവർക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിവളഞ്ഞ് ഡാറ്റാസ് എല്ലാം സ്മഗിൾ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത്ര ആവശ്യമായി വരുന്നു? അതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ചോദ്യം, ഈ ഡാറ്റ കൈപ്പറ്റിയതിലൂടെ പാകിസ്ഥാന് എന്ത് വലിയ നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്? കാരണം MI-8 ഹെലികോപ്റ്റർ ഇന്ത്യയിൽ ഇതിനകം തന്നെ സർവീസിൽ ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ ഡാറ്റ അവരുടെ പക്കൽ എത്തുന്നത് മൂലം അവർക്ക് എന്ത് നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്? അന്വേഷണ പ്രകാരം അവരുടെ പ്രധാന ലക്ഷ്യം S-400 സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. എന്നാൽ MI-8ന്റെ രഹസ്യങ്ങൾ അത്ര എളുപ്പത്തിൽ അവഗണിക്കാനുമാകില്ല. കാരണം അവർക്ക് അതിൽ നിന്നും 2 പ്രധാനപ്പെട്ട ടെക്നിക്കൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. MI-8AM TSHV ഇതൊന്നാമത്തേത്. രണ്ടാമത്തേത് MI-8AM TSHV VA വേരിയന്റ്. ഈ രണ്ടും അപ്ഗ്രേഡ് ചെയ്ത ആധുനിക പതിപ്പുകളാണ്. റഷ്യൻ സൈന്യത്തിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിൽ നിന്നും ഇവർ ലക്ഷ്യം വെച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഈ ആദ്യം പറഞ്ഞ SHV വേരിയന്റിൽ അതിന്റെ ടെർമിനേറ്റർ അസോൾട്ട് ട്രാൻസ്പോർട്ടും അതിന്റെ എൻഹാൻസ്ഡ് സർവൈബിലിറ്റി, ആർമഡ് കോക്പിറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ, NBG കമ്പാറ്റബിൾ ഇവിയോണിക്സും, ഇതും PKT മെഷീൻ ഗൺ സിസ്റ്റം, ഇവയെക്കുറിച്ചും എല്ലാം അറിയണം. ഇത് കൂടാതെ ഈ ഹെലികോപ്റ്ററുകൾ ഏകദേശം 4000 കിലോമീറ്റർ വരെയും ദൂരം സഞ്ചരിക്കാനുള്ള റേഞ്ച് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളും ചോർന്നതായി പറയുന്നു. അടുത്തതായി അവർ ലക്ഷ്യം വെച്ചത് ആർട്ടിക് സ്പെഷ്യലൈസ്ഡ് ആണ്. ഈ താഴെയുള്ള SHV വേരിയന്റ് ഇത് ആർട്ടിക്കിന് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്. -60°C പോലും പ്രവർത്തിക്കുന്ന തരത്തിൽ ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇതിൽ എക്സ്റ്റെൻഡഡ് ഫ്യൂവൽ ടാങ്കുകൾ, ക്രയോജനിക് ഹീറ്റിംഗ് സിസ്റ്റം, ഇൻസുലേറ്റഡ് ഫ്യൂസ്ലേജ് എഞ്ചിൻ തുടങ്ങിയ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ എത്ര തണുപ്പായാലും ഹെലികോപ്റ്റർ ഉൾവശം സ്ഥിരമായ താപനിലയിൽ തന്നെ നിലനിൽക്കും. ഇപ്പോൾ ഈ 2 വേരിയന്റ്സിന്റെയും വിവരങ്ങൾ പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട്. അവരിത് ഇന്ത്യയുടെ MI-7 ഹെലികോപ്റ്ററുകൾക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കാശ്മീർ മേഖലയിൽ. പാകിസ്ഥാൻ എയർഫോഴ്സ് ഇന്ത്യയുടെ രുദ്ര ഹെലികോപ്റ്ററുകൾക്കെതിരെ ഈ സാങ്കേതിക വിദ്യകൾ വിനിയോഗിക്കാനും സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ഇതിനകം തന്നെ അസിമെട്രിക് വാർഫെയർ രീതികളും ഇലക്ട്രോണിക് വാർഫെയറിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിനാൽ ഈ ഡാറ്റയുടെ സഹായത്തോടു കൂടി അവർക്ക് ഇന്ത്യൻ ഹെലികോപ്റ്ററുകളുടെ കമ്മ്യൂണിക്കേഷൻ, റെക്കോണിസൻസ് സിസ്റ്റം എന്നിവയെല്ലാം ലക്ഷ്യം വയ്ക്കാൻ സാധിക്കും. ഭാഗ്യവശാൽ ഈ ഡാറ്റ അവർ പൂർണ്ണമായും വിശകലനം ചെയ്യുന്നതിന് മുൻപ് തന്നെ FSB ഇടപെട്ട് തടഞ്ഞു. അല്ലെങ്കിൽ ഈ രഹസ്യങ്ങൾ ഇപ്പോഴേക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ചെയ്തിരിക്കുമായിരുന്നുവെന്ന് ഉറപ്പാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഓപ്പറേഷൻ 2025 മെയ് മാസത്തിന് ശേഷം നടപ്പാക്കാനായിരുന്നു പദ്ധതി. ആ സമയത്തായിരുന്നു ഓപ്പറേഷൻ സിന്ധു നടന്നവസാനിച്ചത്. അതിന് പിന്നാലെ ചാരപ്രവർത്തനം നടത്താനുള്ള ശ്രമം പാകിസ്ഥാൻ ആരംഭിച്ചതായി പറയപ്പെടുന്നു. അതായത് S-400ന്റെ വിജയമായിരുന്നു അവരെ അസ്വസ്ഥരാക്കിയത്. റഷ്യൻ ഉറവിടങ്ങൾ പറയുന്നത് പോലെ S-400 കാരണം പാകിസ്ഥാൻ ഏകദേശം $2 ബില്യൺ നഷ്ടം സംഭവിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തൽ. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ റഷ്യയിൽ പാകിസ്ഥാൻ നേരിട്ട് ഉൾപ്പെട്ട ആദ്യ ചാരപ്രവർത്തനമായി ഇതിനെ കാണാം. ഇതിനു മുൻപ് 2024 റഷ്യയുടെ പങ്ഷീർ എയർ ഡിഫൻസ് സിസ്റ്റം സംബന്ധിച്ച ഡാറ്റ പുറത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ എടുത്തിരുന്നു. അത് റഷ്യ തടഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ഓപ്പറേഷൻസ് എല്ലാം ഇടയ്ക്കിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവം റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് തന്നെ ഒരു വലിയ മുന്നറിയിപ്പാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ റഷ്യൻ മണ്ണിൽ ഇങ്ങനെ മുന്നോട്ട് പോയി അകത്ത് കയറി ഇങ്ങനെയെല്ലാം ചെയ്തു എന്നുള്ളത് തന്നെ വളരെ അതിശയകരമാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ഒരു ഇന്റലിജന്റ്, അയാളുടെ അവസ്ഥ അതിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പ് വേറെയില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യക്കെതിരെ നീങ്ങുമ്പോൾ ഇന്ത്യയും തന്റെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കാരണം യഥാർത്ഥ ഓപ്പറേഷൻസ് ഒന്നും മീഡിയയിൽ ഒരിക്കലും കാണിക്കാറില്ല. എന്നാൽ അതെല്ലാം സൈലന്റായി തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അയൽവാസിയായ പാകിസ്ഥാൻ ഇപ്പോൾ റഷ്യയ്ക്കുള്ളിലും കടന്നു ചെന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ തീർച്ചയായും ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.